കൃഷിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ആധികാരികമായിട്ട് ശാസ്ത്രീയപരമായിട്ട് KVS മണി തന്നെ നിങ്ങളോട് പറയുന്നതാണ്. ഇന്ന് ന്യൂസ് 95 കേരളയിൽ കൂടെ സംസാരിക്കുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയിലേക്ക് പുതിയതായിട്ട് വരാൻ താല്പര്യമുള്ളവരും, കാരണം ചിലവർക്കൊക്കെ കൃഷി എന്താണ്, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ് കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴത്തെ യുവജനത ഒത്തിരി പേര് കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷി സത്യം പറഞ്ഞാൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൽ തന്നെ പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒപ്പം തന്നെ നമ്മളെപ്പോലെ പരമ്പരാഗത കർഷകർ, എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കൃഷിയിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അവരെല്ലാവരും കൃഷി നന്നായിട്ട് ചെയ്യുമായിരുന്നു. അവരുടെ പാത പിന്തുടർന്നാണ് ഞാനും കൃഷി ചെയ്തു വന്നത്. അപ്പോൾ കൃഷിയിൽ മണ്ണിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഒരു പിടി മണ്ണുണ്ടാകാൻ നമുക്കറിയാം 250, 500, 750 മുതൽ 1000 വർഷം വരെയാണ് നമ്മൾ എടുക്കുന്നത് മണ്ണുണ്ടാകാനായിട്ട്, മണ്ണുണ്ടായി വരാൻ. അപ്പോൾ ആ മണ്ണ് ഉണ്ടായി വന്ന് ആ മണ്ണിൽ ഒരു കർഷകൻ വിത്ത് ഇട്ട് സൂര്യപ്രകാശം അതിലേറ്റ് അത് വളർന്നു വന്ന് അതിൽ നിന്ന് ഫലം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കർമ്മം തന്നെയാണ്. ആ കർമ്മം ഇന്ന് ഒത്തിരി കോളേജ്, സ്കൂൾ തലങ്ങളിൽ ഒത്തിരി കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു ക്ലാസ്സുകൾ ഇപ്പം സംഘടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ സ്കൂൾസും കോളേജസും കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ആദ്യം തന്നെ മണ്ണിനെക്കുറിച്ചും മണ്ണിൻ്റെ പുളിരസത്തെ മാറ്റാനായിട്ട് എന്തെല്ലാം ചെയ്യണമെന്നുള്ളതും, പുളിരസം മാറാൻ എത്ര ദിവസം വേണമെന്നുള്ളതും, അതിനുശേഷം എപ്പോഴാണ് തൈ നടേണ്ടതെന്നും അതിന് എന്തൊക്കെ പരിപാലനം വേണ്ടതെന്നും നമ്മൾ ഓരോരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോരോ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മളൊരു ചെറിയ രീതിയിലൊരു സിലബസ് പോലെ ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ സ്കൂൾസോ കോളേജസോ നമ്മൾ 2.5 മണിക്കൂറാണ് ക്ലാസ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മണിക്കൂർ തുടങ്ങി 2.5 മണിക്കൂർ വരെയാണ്. പല സബ്ജക്റ്റുകളുണ്ട്. മനസ്സ് നന്നായി ഒരുങ്ങിയാലേ മണ്ണ് നന്നായി ഒരുങ്ങുള്ളൂ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്, ജൈവ കീടനാശിനികൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സബ്ജക്റ്റ്, മണ്ണൊരുക്കം മുതൽ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പെരുമ്പാവൂർ കൂവപ്പടിയിൽ നിന്ന് KVS മണി. നന്ദി, നമസ്കാരം.